Welcome to Services Management. In this, we are studying tourism management now. Today's topic is types of tourism. In the previous class, we classified tourism into two main categories: domestic tourism and international tourism or foreign tourism. Another type of classification we are going to see now. The common type of tourism have been presented below. A. Leisure tourism. Leisure, the free or unoccupied time during which the person may indulge in rest, recreation, etc. is the apt situation when tourism is sought in its full earnest. The travel purposes in leisure include activities of holiday, sports, that is non-professional, cultural events and visits to friends and relatives. Tourism activities on these aspects as beach tourism, mountain tourism, sports tourism, health tourism and so on. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ലെഷർ ടൂറിസം ആണ്. ഒരു വ്യക്തി ഫ്രീ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വർക്കിൽ ഒക്യുപ്പൈഡ് അല്ലാതിരിക്കുക, ആ സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഷർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ടൈമിലാണ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ വിൽ പ്രിഫർ ടു ഇൻഡൽജ് ഇൻ റിക്രിയേഷൻ ആൻഡ് റെസ്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രാവലിനെയാണ് ലെഷർ ടൂറിസം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡ്യൂറിങ് ഹോളിഡേയ്സ് പീപ്പിൾ എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് travel and recreational activities. Example for leisure tourism are beach tourism, people visiting beaches, mountain tourism, mountain sports, then sports tourism, different sports activities ഏർപ്പെടുക അല്ലെങ്കിൽ അതുപോലെയുള്ള സ്പോർട്സ് ഇവൻറ്റ്സ് നടക്കുന്ന പ്ലേസസ് വിസിറ്റ് ചെയ്യുക. Then health tourism, travel and recreational activities along with medical treatment, that is health tourism. So all these are examples of leisure tourism. The first common type of tourism is leisure tourism. Second, business tourism. Business, which is one's work, occupation or profession, is the other situation which necessitates travel. This travel helps people to attend meetings, exhibitions, trade fairs, conferences and conventions. Thereby, participants experience all the sectors of tourism which formulate this classification, namely business tourism. ബിസിനസ് ടൂറിസമാണ് സെക്കൻഡ് കാറ്റഗറി ഓഫ് ടൂറിസം. ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളുടെ തൊഴിൽ അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്. സോ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള യാത്രകളും ആവശ്യമായിട്ട് വരുമ്പോൾ ആ യാത്രകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടൂറിസത്തിനെയാണ് ബിസിനസ് ടൂറിസം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ദിസ് ടൈപ്പ് ഓഫ് ട്രാവൽ is done for meetings, attending exhibitions and trade fairs, for attending conference and conventions. ഈ തരത്തിലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രാവലാണ് ബിസിനസ് ടൂറിസം എന്നറിയപ്പെടുന്നത്. തേർഡ് കാറ്റഗറി, ഹിസ്റ്റോറിക്കൽ ടൂറിസം. എനി ടൂറിസം ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ടേക്കൺ അപ്പ് വിത്ത് ഹിസ്റ്റോറിക്കൽ ലൊക്കേഷൻസ് as the tourist attraction. This form of tourism was the first form of tourism that many tourists loved to participate. Only recently, this tourism is taking a business dimension. So, മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ്, ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ
വിസിറ്റ് ചെയ്യുമ്പോൾ ആ തരം ടൂറിസത്തിനെയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ടൂറിസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മേജർ ടൂറിസം ഈ തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ടൂർ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അതൊരു കുറേ കൂടി ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് ആംഗിളിൽ അത് കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റിയിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം. നെക്സ്റ്റ്, കൾച്ചറൽ ടൂറിസം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ടൂറിസം ദാറ്റ് ടേക്സ് കൾച്ചർ ഓഫ് ഡെസ്റ്റിനേഷൻ ആസ് ദി അട്രാക്ഷൻ. അപ്പം ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ ചെയ്യുമ്പോൾ അതാണ് കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. കൾച്ചർ ഷുഡ് ബി റിമെമ്പേർഡ് ആസ് ദി ഫോം ഓഫ് എക്സ്പ്രഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ദി ഡെസ്റ്റിനേഷൻ ത്രൂ ദെയർ ലൈഫ് സ്റ്റൈൽ. ആ പ്രദേശത്തെ വിസിറ്റ് ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത രീതിയാണ്, അതിനാണ് ആ പ്രദേശത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ദെയർ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ആർട്ട്, architecture, music, dance, drama, and any uniqueness of the location. This form of tourism has a great opportunity of interaction and participation for the visitors. സോ ഒരു പ്രദേശത്ത് ജനങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കുക, അവരുടെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഹാര രീതി, അവരുടെ ആർട്ടും മ്യൂസിക്കും ഡാൻസും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാവലുമായി ബന്ധപ്പെട്ട ടൂറിസമാണ് കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തമ്മിലുള്ള ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന പ്ലേസിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൂറിസം കൂടിയാണ് കൾച്ചറൽ ടൂറിസം. നെക്സ്റ്റ്, മാസ് ടൂറിസം. The concept of mass tourism is the contribution of paid holidays, development of transportation, communication, and information technology. Mass tourism primarily is quantitative notion and refers to participation of very large number of people in tourism activities. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ധാരാളം ആൾക്കാരടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് യാത്രകൾ ചെയ്യുകയും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള ടൂറിസത്തിനെയാണ് മാസ് ടൂറിസം എന്ന് പറയുന്നത്. ഇതാണ് മോഡേൺ ബിസിനസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സും അതുപോലുള്ള ബിസിനസ്സുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൂറിസം കൂടിയാണ് മാസ് ടൂറിസം എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുക. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിലും പെയ്ഡ് ഹോളിഡേയ്സ് ആണ്. 11 മാസം വർക്ക് ചെയ്യുക, 1 മാസം അവധിയായിരിക്കും, പക്ഷേ സാലറി കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ, ഓഫീസിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരേ സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അതെല്ലാം മാസ് ടൂറിസത്തിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം. Tourism activities emerging on the aspect of special interest are specifically known as special interest tourism or commonly known as adventure tourism. Example for this type are trekking, rafting, bungee jumping, scuba diving, snow skiing, hang gliding, rock climbing and winter tourism. ചില പ്രത്യേകതര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആ തരം ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അഡ്വെഞ്ചർ ടൂറിസം. റോക്ക് ക്ലൈംബിംഗ്, റാഫ്റ്റിംഗ്, ട്രക്കിംഗ് എക്സെട്ര കംസ് അണ്ടർ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം ഓർ അഡ്വെഞ്ചർ ടൂറിസം. ലാസ്റ്റ്, ഇക്കോ ടൂറിസം. Ecotourism means traveling to relatively undisturbed or uncontaminated natural areas with the specific objectives of studying, admiring and enjoying the scenery, wild plants and animals along with the existing cultural manifestation of the locality. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടൂറിസമാണ് എക്കോ ടൂറിസം എന്ന് പറയുന്നത്.
പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ടൂറിസം, അതായത് അധികം ജനങ്ങളുടെ അധിനിവേശത്താൽ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത വളരെ നാച്ചുറലായിട്ടുള്ള പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുക. അതിനെയാണ് ഇക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പോൾ വൈൽഡ് പ്ലാന്റ്സ്, വൈൽഡ് ആനിമൽസ്, വളരെ കൂടുതൽ സീനറീസ് അവൈലബിൾ ആയിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇക്കോ ടൂറിസം ഗെറ്റ്സ് ടേംഡ് as നാച്ചർ ടൂറിസം, ഗ്രീൻ ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസം etc. depending upon the degree of focus on the aspect of conservation of nature. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഫോക്കസോടുകൂടി നടത്തുന്ന ഇക്കോ ടൂറിസം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നേച്ചർ ടൂറിസം, ഗ്രീൻ ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസം എക്സെട്ര. ഇതെല്ലാം തന്നെ എക്കോ ടൂറിസത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. സോ ദീസ് ആർ ദ ബ്രോഡ് ടൈപ്സ് ഓഫ് ടൂറിസം: leisure tourism, business tourism, historical tourism, cultural tourism, mass tourism, special interest tourism or adventure tourism, and eco tourism. Hope you understood the topic. Let us conclude today's discussion. Thank you.